ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് കാണിക്കുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. വളരെ എളുപ്പമാണ് ചെയ്യാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ പുഡിംഗ് ആണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചൈന ഗ്രാസ് ആണ് ആവശ്യം. അത് ഒരു 8 ഗ്രാം എടുത്തിട്ടുണ്ട്. അതൊരു അരമണിക്കൂർ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കും. ഇനി ക്യാരറ്റ്, ഞാനിവിടെ പച്ച ക്യാരറ്റ് ഉപയോഗിച്ചിട്ടുള്ള പുഡിങ്ങാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3 ക്യാരറ്റ് ചെറുതായി മുറിച്ച് ഇതുപോലെ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ കുതിർന്നിട്ടുള്ള ചൈന ഗ്രാസ് നമ്മളൊന്ന് അലിയിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. ഒരു ലോ ഫ്ലെയിമിൽ നമ്മളൊന്ന് അലിയിക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ഇതേ സമയത്ത് തന്നെ നമ്മൾ പാലും തിളക്കാൻ വേണ്ടി വെക്കണം. രണ്ടും വെവ്വേറെ സമയത്ത് ചെയ്യരുത്. അപ്പോൾ പാലിവിടെ വെക്കുക. ഒരു 1/2 ലിറ്റർ പാലാണ് ഞാനിതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അതിലേക്ക് 200 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട്. ഇതൊരു 400 ഗ്രാമിൻ്റെ ടിന്നാണ്. അപ്പോൾ അതിൽ നിന്ന് നേർപകുതിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. കൂടാതെ ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മധുരം നോക്കുക, അതിനനുസരിച്ച് നിങ്ങളുടെ സൗകര്യം പോലെ ചേർത്താൽ മതി. ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് വരണം. അപ്പോൾ ഇതേ സമയത്ത് തന്നെ അപ്പുറത്ത് നമ്മുടെ ചൈന ഗ്രാസ് മെൽറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാല് ഏകദേശം തിളക്കാൻ തുടങ്ങുമ്പം നമ്മൾ അതിലേക്ക് ക്യാരറ്റിൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കണം. 1 കപ്പ് വരും, ഏകദേശം 1 കപ്പ് അരപ്പുണ്ടാവും. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതും കൂടെ ഒന്ന് നന്നായിട്ട് അതിലേക്ക് യോജിച്ച് വന്ന് ഒരു തിളക്കുന്ന പരുവാകുമ്പോഴാണ് ചൈന ഗ്രാസ് ചേർക്കേണ്ടത്. അപ്പോൾ ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വാനിലയുടെ ഫ്ലേവറാണ് ഇഷ്ടമെങ്കിൽ അത് ചേർത്താൽ മതി. ഇതൊന്ന് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതേ സമയത്ത് തന്നെ ചൈന ഗ്രാസ് അവിടെ മെൽറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് ചേർക്കാൻ പോവാണ്. ഈ ചൈന ഗ്രാസും അതിലേക്ക് ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കുക. അതായത് ഈ ഒരു പുഡിങ്ങിൻ്റെ ഈ ഒരു മിക്സിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ ചൈന ഗ്രാസ് എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു. ഇനി നല്ല പോലെ ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക. ചൂടോടുകൂടി ഫ്രിഡ്ജിൽ വെക്കേണ്ട, ഒന്നൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ ഇത് നന്നായിട്ട് സെറ്റ് ചെയ്ത് എടുക്കുക. കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ആയതിന് ശേഷമാണ് നമ്മൾ ഡെക്കറേഷൻ ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഇല്ലെങ്കിൽ അത് താഴത്തേക്ക് താഴ്ന്ന് പോവും. എന്നിട്ട് ഇനി ഇത് നല്ലപോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുക. ഒരു 4-5 മണിക്കൂർ നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. വെക്കുമ്പം താഴെ വേണം വെക്കാൻ, ഫ്രീസറിൽ വെക്കരുത്. ഇപ്പോൾ കണ്ടില്ലേ, നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാം, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ഒരു പുഡിങ്ങാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്